ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ തുടരുന്നു. ഇപ്പോൾ SFI വിദ്യാർത്ഥികൾ മാർച്ച് നടത്തുകയാണ്. സർവകലാശാലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ താമസിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താമസിക്കുന്ന സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. PM ആർഷോയാണ് ആ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. ഇപ്പോൾ കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ ഒരു പുതിയ ബാനർ കിട്ടുന്നു. ഗവർണർ അഴിപ്പിച്ച ബാനർ, പോലീസ് അഴിച്ച ബാനർ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഉയർത്തുകയാണ്. പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കണം, അതൊരു സർവകലാശാലയാണ്. സർവകലാശാലയ്ക്കുള്ളിൽ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. 300-ലധികം പോലീസുകാരുടെ സുരക്ഷാ വലയത്തിലാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അല്പസമയം മുമ്പ് SPയെ കൊണ്ടഴിപ്പിച്ച ബാനർ SFI തിരിച്ചു കെട്ടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആർഷോയാണ് ആ ബാനർ കെട്ടുന്നത്. SP ആണ് ബാനർ അഴിച്ചതെങ്കിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി ആർഷോയാണ് ഇപ്പോൾ ബാനർ ഉയർത്തുന്നത്, ബാനർ കെട്ടാൻ പോകുന്നത്. പോലീസിന്റെ ബാരിക്കേഡുകളെ മറികടന്നുകൊണ്ടാണ് SFIയുടെ മാർച്ച് സർവകലാശാല ക്യാമ്പസിനുള്ളിലുള്ളത്. പോലീസ് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസിന്റെ കയ്യിൽ നീണ്ട ലാത്തിയുണ്ട്. അതേസമയം തന്നെ ബാനറുമായി വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതാ ബാനർ വീണ്ടും SFI ഉയർത്തുന്നു. നേരത്തെ ഗവർണർ അഴിപ്പിച്ച ബാനർ SFIയുടെ നേതൃത്വത്തിൽ ഉയർത്തുകയാണ്. സംഘി ചാൻസലർ ഗോ ബാക്ക് എന്നുള്ളതാണ് ആ ബാനറിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടും SFIയുടെ ബാനർ, ഗവർണർ അഴിപ്പിച്ച ബാനർ SFI ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ഈ വിഷയത്തോടെ എങ്ങനെ പ്രതികരിക്കും എന്നറിയണം. പോലീസ് ഉദ്യോഗസ്ഥർ, SP അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ തന്നെയുണ്ട്. പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് SFI പ്രവർത്തകർ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡൗൺ ഡൗൺ ചാൻസലർ എന്നതാണ് മുദ്രാവാക്യം. ഡൗൺ ഡൗൺ ചാൻസലർ എന്ന മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നു. ആ മുദ്രാവാക്യം ഉയർത്തിയ പോസ്റ്റർ അഴിക്കാൻ ഇനി ഗവർണർ പറയുമോ? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് വന്ന് PM ആർഷോയുടെ നേതൃത്വത്തിലുള്ള SFI മാർച്ചിനെതിരെ പ്രതികരിക്കുമോ? പോലീസുകാരോട് ആ ബാനർ അഴിച്ചു കളയാൻ ആവശ്യപ്പെടുമെന്നാണ് അറിയേണ്ടത്. അല്പസമയം മുമ്പാണ്, കഷ്ടിച്ച് 25 മിനിറ്റുകൾക്ക് മുമ്പ് ഗവർണർ സർവകലാശാല ക്യാമ്പസിലെത്തി അഴിപ്പിച്ച ബാനർ SFI പ്രവർത്തകർ ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ വീണ്ടും ബാനർ ഉയർത്തുകയാണ് SFI. ഇത്തവണ ഡൗൺ ഡൗൺ ചാൻസലർ എന്ന മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്ന ബാനറാണ് ഉയർത്തുന്നത്. വീണ്ടും ബാനറുമായി SFI എത്തുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ബാനർ ഉയർത്തുന്ന ക്യാമ്പസിന്റെ 100 മീറ്റർ പരിധിക്കുള്ളിലുള്ള ഗസ്റ്റ് ഹൗസിൽ തന്നെയുണ്ട്. 300-ലധികം പോലീസുകാരുടെ പൂർണ്ണ സംരക്ഷണയിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ വിദ്യാർത്ഥികളോട് ആ ബാനർ അഴിച്ചു വയ്ക്കാനായിട്ട് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കാലിക്കറ്റ് സർവകലാശാല VC അത് പോലീസിന്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു. പോലീസും വൈസ് ചാൻസലറും അഴിക്കാത്ത സാഹചര്യത്തിലാണ് ഗവർണർ നേരിട്ടിറങ്ങി പോലീസുകാരോട് ആജ്ഞാപിച്ചത്. പോലീസുകാർ ആജ്ഞാപിച്ചതിനെ തുടർന്ന് ഇപ്പോൾ പോലീസുകാരോടുള്ള ഗവർണറുടെ കമാൻഡ്, ആ ഗവർണർ ആജ്ഞാപിച്ചതിനെ തുടർന്ന് പോലീസ് നേരിട്ട് ആ ബാനർ അഴിച്ചിരുന്നു. അഴിച്ച ബാനർ വീണ്ടും ഉയർത്താൻ വേണ്ടി SFI ശ്രമിക്കുകയാണ്. സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലുണ്ട്. 300-ലധികം പോലീസുകാരുടെ സാന്നിധ്യമുണ്ട്. SPയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമുക്കൊപ്പം നമ്മുടെ റിപ്പോർട്ടർമാരും കാലിക്കറ്റിൽ നിന്നുണ്ട്. 4 റിപ്പോർട്ടർമാർ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്കുള്ളിൽ നിന്ന് 4 ഇടങ്ങളിൽ നിന്നായി തത്സമയം പ്രേക്ഷകർക്ക് വിവരങ്ങൾ നൽകുന്നുണ്ട്. തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അഷ്കർ അലി ഉണ്ട്, ഒപ്പം സാനിയോ മനോമിയുണ്ട്, BS രഞ്ജിത്തുണ്ട്, ദീപക്കുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സർവകലാശാല ക്യാമ്പസിനുള്ളിൽ SFI വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തി PM ആർഷോയുടെ നേതൃത്വത്തിൽ ഗവർണർ അഴിപ്പിച്ച ബാനർ ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങൾ വീണ്ടും ബാനറുമായി SFI എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നുള്ള വീണ്ടും SFI കൊടി ഉയർത്തുന്ന, ബാനർ ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അഷ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ, ആ ദൃശ്യങ്ങൾ വീണ്ടും പ്രകോപനപരമായ രീതിയിലാണ് ഇരു വിഭാഗവും. ഗവർണർ അഴിപ്പിച്ച ബാനർ SFI ഉയർത്തുന്നു. ഇത്തവണ സംഘി ചാൻസലർ എന്നല്ല, ഡൗൺ ഡൗൺ ചാൻസലർ എന്നാണ് ആ മുദ്രാവാക്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗവർണർ ഇപ്പോഴും ഗസ്റ്റ് ഹൗസിനുള്ളിലുണ്ട്. പോലീസുകാരുടെ സാന്നിധ്യത്തിലല്ലേ SFI പ്രവർത്തകർ PM ആർഷയുടെ നേതൃത്വത്തിൽ ബാനർ ഉയർത്തുന്നത്? അഷ്കർ അലി,
അരുൺ, SFI ഗവർണറും തമ്മിലുള്ള പോര് അത് രൂക്ഷമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുക. അല്പസമയം മുമ്പാണ് പോലീസുകാരടക്കം വളരെ ക്ഷുഭിതമായി, ജില്ലാ പോലീസ് മേധാവിയോടൊപ്പം വളരെ ക്ഷുഭിതമായിക്കൊണ്ട് നേരത്തെ സ്ഥാപിച്ചിരുന്ന 3 ബാനറുകൾ വ്യത്യസ്ത വാക്കുകൾ കൊണ്ട് സംഘി ഗവർണർ വാപ്പസ് ജാവോ, ഗവർണർ ഗോ ബാക്ക്, ഗവർണർ നോട്ട് കം ടു ഹിയർ എന്ന ഉൾപ്പെടെയുള്ള 3 ബാനറുകൾ പോലീസ് നീക്കം ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിനെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ വീണ്ടും SFI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഗസ്റ്റ് ഹൗസിന്റെ ഏകദേശം ഒരു 50 മീറ്റർ മാറിക്കൊണ്ട് വീണ്ടും അടുത്ത ഒരു ബാനർ കൂടി ഉയർത്തിയിരിക്കുന്നത്. ഡൗൺ ടൗൺ ചാൻസലർ എന്നുള്ള പേരിലാണ്. SFI നേതാവ് PM ആർച്ചോയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്തു നിന്നും ഗസ്റ്റ് ഹൗസിന് സമീപത്തേക്ക് മാർച്ച് നടത്തിയത് പോലീസ് ബാരിക്കേഡ് കെട്ടി തടയുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്നെ ഈ ബാനർ ഇവിടെ ഉയർത്തുകയാണ് ചെയ്തത്. ബാനർ ഇപ്പോൾ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബാനർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പോലീസിന് രൂക്ഷമായ ഭാഷയിലായിരുന്നു, ഇല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലീസിനോട് മോശമായി പെരുമാറിക്കൊണ്ട് തന്നെയായിരുന്നു ഗവർണർ ബാനറുകൾ നീക്കം ചെയ്യിപ്പിച്ചത്. ക്യാമ്പസിനകത്തുള്ള പോസ്റ്ററുകളായതുകൊണ്ട് തന്നെ വൈസ് ചാൻസലറുടെ അധികാരപരിധിക്ക് അകത്താണ് വരിക, തങ്ങൾക്കതിന് പരിമിതിയുണ്ട് എന്ന് ഗവർണറോട് ബോധ്യപ്പെടുത്താൻ ജില്ലാ പോലീസ് മേധാവികൾക്കും ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ഉൾക്കൊള്ളാനോ ഇല്ലെങ്കിൽ അത് കേൾക്കാനോ ഗവർണർ തയ്യാറായിരുന്നില്ല. പോലീസിനെ ഷെയിംലെസ് പീപ്പിൾ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ഗവർണർ പ്രതികരിച്ചിരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി ആയിരുന്നു ഈ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നോ? നിങ്ങൾ ഗവൺമെന്റിന്റെ ആരുടെയും വ്യക്തിപരമായിട്ടുള്ള ആരുടെയും സർവൻറ്റുകളല്ല, മറിച്ച് നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സർവൻറ്റുകളാണ് എന്നുള്ള കാര്യം ഓർമ്മ വേണം. അതുപോലെ തന്നെ നിങ്ങൾ ക്രമസമാധാനത്തിനെ പരിഹസിച്ചു, കസേരയിൽ എല്ലാ കാലത്തും മുഖ്യമന്ത്രി ഉണ്ടാവുകയും ഇല്ല എന്നൊക്കെ തന്നെ രൂക്ഷമായ ഭാഷയിൽ ഗവർണർ പോലീസിനോട് കയർക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന്